ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ഉടമ ജയപ്രകാശിനെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലാളികളെ കൊണ്ട് ലോഡ് കയറ്റിയത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് CITU നേതാക്കളും പറഞ്ഞു. ജയപ്രകാശ് CITU പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയോളമായി പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന് മുമ്പിൽ CITU ചുമട്ടു തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസറുമായി ചർച്ച നടത്തിയെങ്കിലും ഇതും അലസിപ്പിരിഞ്ഞിരുന്നു. സമരം തുടരുന്നതിനിടെ ശനിയാഴ്ച രാവിലെ കമ്പി കയറ്റുന്നതിനിടയിൽ CITU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാണ് ജയപ്രകാശിന്റെ പരാതി. ഇന്ന് രാവിലെ കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു, ഒരു ചെറിയ ആപ്പ വന്നു. അപ്പോൾ എനിക്ക് 2-3 കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു. ഒരു 10-15 കിലോ അത്രയും ഉണ്ടാവുള്ളത്. അത് എനിക്ക് കയറ്റി വെക്കുമ്പോൾ CITക്കാർ വന്നിട്ട് സമരപന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരതിനെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ, കേൾക്കാൻ പാടില്ലാത്ത തെറികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല, എന്നോട് ചോദിച്ചു എന്താ ഉണ്ടായതെന്ന്. ഞാൻ ഉണ്ടായ വിവരങ്ങളെല്ലാം വിവരിച്ചു പോലീസിന്. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല. എന്നോട് മാത്രം ചോദിച്ച് പോലീസ് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവർ സമരപന്തലിൽ ഇരിക്കുന്നത് സമര നേതാക്കളാണോ അല്ലെങ്കിൽ സമരത്തിനിരിക്കുന്ന പാർട്ടിക്കാരാണോ അത് ഗുണ്ടകളാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. അത് യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് ഇത് ചെയ്യാൻ വഴിയില്ല. ഇത് ഗുണ്ടകളെ പോലെ കുറച്ച് ആൾക്കാരെ ഈ കടയുടെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അവരാണ് വന്ന് ആക്രമിക്കുന്നത്. അവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ ഈ കട ഞാൻ പൂട്ടിയിട്ട് ഏതായാലും ഇപ്പോൾ അവർ പൂട്ടിച്ച് ഇവിടെ വാഹനങ്ങൾ വരുന്നൊക്കെ അവർ തടഞ്ഞു, എൻ്റെ കച്ചവടം തടസ്സപ്പെടുത്തി. ഞാനും GST ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്. സർക്കാരിന് നഷ്ടമുണ്ടാക്കി, എനിക്ക് നഷ്ടമുണ്ടാക്കി, എൻ്റെ പണിക്കാരുടെ വേതന നഷ്ടപ്പെടുത്തി, എല്ലാവരും ചെയ്തു. ഇപ്പോൾ ആകെ സ്തംഭിപ്പിച്ചു വരും. CITU പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് തടയുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ഉടമ പോലീസിന് കൈമാറി. തന്നെ തൊഴിലാളികൾ ആക്രമിച്ചുവെന്നും സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും ജയപ്രകാശ് നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്ന് CITU പ്രവർത്തകർ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക്, പ്രകാശ് സ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കയറ്റിയിറക്ക് 26A ചട്ടമനുസരിച്ച് തൊഴിലാളി മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ക്ഷേമ ബോർഡിൻ്റെ തീരുമാനമുണ്ട്. അത് നടപ്പിലാക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.